ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ കാലവും ഒരു ശത്രുപക്ഷത്താണ് പോയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം 47-ൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ വഴിക്കും പാകിസ്ഥാൻ്റെ വഴിക്കും. നമ്മൾ വികസനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അവർ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ എങ്ങനെ തോണ്ടിപ്പറിക്കാം മാന്തിപ്പറിക്കാം എന്നുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ നടക്കുന്നത്. മാത്രമല്ല ഒരുപാട് ഭീകരവാദികളെയൊക്കെ കൊണ്ടുപോകുന്നു. പക്ഷേ അതിനെതിരെ അവർക്ക് കിട്ടിയ ഒരു തല്ലെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ താലിബാനിന് ആദ്യകാലങ്ങളിൽ താലിബാൻ ഒരു ഭീകര സംഘടനയൊക്കെ ആയിരുന്നെങ്കിലും കുറേ മാറി താലിബാൻ ഒരു അംഗീകാരം വരുന്ന നിലയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഇതാ ഒരു പുതിയ കൂട്ടുകെട്ട് ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ആ കൂട്ടുകെട്ട് എന്നുള്ള രസകരമായൊരു കൂട്ടുകെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇറാനും നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ അംഗീകരിച്ചുകൊണ്ടുള്ള അഫ്ഗാനിസ്ഥാനെ അങ്ങനെയും ഇന്ത്യയും തമ്മിലുള്ള പുതിയൊരു കൂട്ടുകെട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമില്ല, പാകിസ്ഥാനെ തകർക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചില വിഷയങ്ങളുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇതെങ്ങനെയാണ് ചലിക്കുന്നത് നോക്കുന്നത് നല്ല രസകരമായിരിക്കും. ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വരുന്നതുമായി ഉള്ള കാര്യങ്ങൾ, ഇറാൻ ഇസ്രായേൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്, മച്ചയാണ്. സൗദിയും ഇറാനും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. അതിനടുത്ത് അപ്പോൾ സൗദി ഇറാനും നല്ല ടേംസിലല്ലാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ അതേസമയം സൗദി എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഇറാൻ ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. കാര്യം ഇന്ത്യ $500 ദശലക്ഷം ഉപയോഗിച്ചിട്ടാണ് ചബഹാർ തുറമുഖം എന്ന് പറയുന്നത് ഇറാനിലെ തുറമുഖം തുറന്നിരിക്കുന്നത്. ആ തുറമുഖത്തിൽ പണം മുടക്കുമ്പോൾ അതിൽ അഫ്ഗാനിസ്ഥാൻ വഴിയുള്ള വ്യാപാരം, മധ്യേഷ്യ വഴിയുള്ള വ്യാപാരം, യൂറോപ്പ് വഴിയുള്ള വ്യാപാരമൊക്കെ ഇന്ത്യ കാണിക്കുകയാണ്. പക്ഷേ ഇതിന് 2016-2020 അധികാരത്തിൽ വന്ന ട്രംപ് ആണെങ്കിൽ എന്ത് ചെയ്തു? ഇപ്പോൾ നേരത്തെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിനുമുമ്പ് ഒരു ഉപരോധം ഇന്ത്യക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തെ 2018-ൽ ട്രംപ് മാറ്റി. വീണ്ടും ട്രംപ് ഇപ്പോൾ ഉപരോധത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആഗോളതലത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സാമ്പത്തിക കാര്യങ്ങളും അതുപോലെ തന്നെ വൈദേശിക കാര്യങ്ങളും പോകുന്നുവെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല പുതിയ ബന്ധങ്ങൾ വരുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായൊരു ബന്ധമാണ് വരുന്നത്. അതെന്ന് പറയുന്നത് ഇറാനും ഇന്ത്യയും താലിബാനും, അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ടുള്ള ഒരു അച്ചുതണ്ട് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇത് പാകിസ്ഥാന് വലിയ പ്രതിരോധം തീർക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്ക് ഒരു പ്രതിരോധം തീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെ തലത്തിലേക്കാണ് ഈ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആഗോള രാഷ്ട്രീയ രംഗം മാറുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളുടെ പേരിൽ, തർക്കങ്ങളുടെ പേരിലൊക്കെ ഒരു സ്ഥലത്തൊരു വ്യാപാര കരാർ ഉണ്ടാക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് ആ മറ്റു രാജ്യം പ്രശ്നമുണ്ടാക്കും. ഇപ്പോൾ ഇറാനിലെ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെടുത്തി നമ്മൾ മധ്യ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി, വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെടുത്തി അമേരിക്കയ്ക്ക് പ്രശ്നം. കാരണം അമേരിക്കയാണല്ലോ ലോക വ്യാപാരത്തിൻ്റെ കുത്തക എടുത്തിരിക്കുന്നത്. അപ്പം മറ്റൊരു രാജ്യവും വളരാനും പാടില്ല, വികസിതമായി മുന്നോട്ട് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ വലിയ പ്രതിസന്ധി. അപ്പോൾ ആ പ്രതിസന്ധിയെ ഇതൊക്കെ കൂടി കണ്ടിട്ടാണ്. അല്ലാതെ ഇന്ത്യയും സോവിയറ്റിലെ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ കാര്യം കൊണ്ട് മാത്രമല്ല ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക നടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണിത്. പക്ഷെ അതിനെ വെട്ടിമുറിക്കാനുള്ള, അമേരിക്കയുടെ ഈ തന്ത്രത്തെ വെട്ടിമുറിക്കാനുള്ള പുതിയ തന്ത്രവുമായി ഇന്ത്യ രംഗത്താണ്. ഇറാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, ഇന്ത്യ പുതിയ കൂട്ടുകെട്ട് വരുന്നു. അങ്ങനെ കൂട്ടുകെട്ട് വരുമ്പോൾ സ്വാഭാവികമായും അത് പാകിസ്ഥാന് വീണ്ടും വലിയ തലവേദനയായിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത്. സൗദി എന്തായാലും പാകിസ്ഥാൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇറാൻ, ഇസ്രായേൽ പോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയൊരു പ്രതിസന്ധി കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ആഗോളതലത്തിലുള്ള വ്യാപാര കുത്തകകളുടെയും വ്യാപാര സഞ്ചയങ്ങളുടെയും ഒക്കെ ഇടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ കൊണ്ടുവന്നത്. പുതിയ കൂട്ടുകെട്ടുകൾ, നമ്മൾ ബ്രിക്സിൻ്റെ കൂട്ടുകെട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ പോയി ഷാങ്ഹായിൽ പോയി നടന്ന മീറ്റിങ്ങിൻ്റെ കൂട്ടുകെട്ടുണ്ട്. പിന്നെ പുതിയ കറൻസി വരുന്നതിൻ്റെ, യൂണിറ്റ് എന്ന് പറയുന്ന പുതിയ കറൻസി വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പുതിയ ചേരികളും പുതിയ സംവിധാനങ്ങൾ വരുമ്പോഴാണ് ഇതാ അടുത്തൊരു ചേരിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. ഇന്ത്യ, അതുപോലെ തന്നെ ഇറാൻ, പിന്നെ നമ്മുടെ താലിബാൻ എന്നിവരുടെ പുതിയ ഒരു കൂട്ട് വരുന്നു. അത് താലിബാൻ ഒരു സ്വതന്ത്ര രാജ്യം നേടിക്കൊടുക്കാൻ സഹായിക്കുമോ? പാകിസ്ഥാനെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയെ അത് യന്ത്രം കൊണ്ട് സഹായിക്കും. സൗദി അറേബ്യ ഇറാനുമായിട്ടുള്ള തർക്കത്തിൽ ഇറാൻ ഒരു മേൽക്കൈ കിട്ടുമോ? അതുപോലെ നമ്മുടെ വ്യാപാര കരാറുകൾ, ഞാൻ ഈ പറഞ്ഞ മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും നമ്മൾ നടത്താനിരിക്കുന്ന വ്യാപാര ഇടങ്ങൾ അല്ലെങ്കിൽ ഇടനാഴികൾ വേണ്ടത്ര പുരോഗമിച്ച് മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം.